ഓക്കെ, ശ്രീ പ്രേംശങ്കർ, രാജ്യം വളരുന്നു, സാങ്കേതികവിദ്യ അതിവേഗം വളരുകയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒട്ടേറെ തട്ടിപ്പുകളുണ്ട്. ആ തട്ടിപ്പുകൾ വിവിധ രൂപങ്ങളുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ്, അതുപോലെ തന്നെ വ്യാജ സന്ദേശങ്ങളും ഓഫറുകളും, പിന്നെ അതുപോലെ തന്നെ അജ്ഞാത ആപ്പുകളും ലിങ്ക് ഷെയറിങ്ങും, ഇതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കാര്യം കൂടി പറയുകയാണ്, ഡിജിറ്റൽ അറസ്റ്റ് അത് CBI അല്ലെങ്കിൽ കസ്റ്റംസ്, ട്രായ് അല്ലെങ്കിൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന വീഡിയോ കോൾ ചെയ്യുന്നു. നിങ്ങളുടെ പേരിൽ അടിയന്തരമായി വന്നിട്ടുള്ള പാഴ്സലിൽ മയക്കുമരുന്നോ അനധികൃത രേഖകളോ ഉണ്ടെന്ന്, ബാങ്ക് അക്കൗണ്ട് വഴി ഹവാല ഇടപാട് നടന്നെന്നോ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുകയാണ്. മണിക്കൂറുകളോളം വീഡിയോ കോളിൽ നിർത്തി കേസിൽ നിന്ന് ഒഴിവാക്കാൻ സുരക്ഷിത അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ നിർബന്ധിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആരോടും പറയാതെ ബാങ്കുകളിൽ ചെല്ലുന്നു. നമ്മൾ കണ്ട കാഴ്ചകളാണ്. ബാങ്കുകളിൽ ചെല്ലുന്നു, ബാങ്കിൽ എന്ത് കാര്യം പറഞ്ഞാൽ ഇത്രയും പൈസ എന്താണ് മാറ്റുന്നതെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ അവർക്കത് പറയാനുള്ള മടിയാണ്, പ്രത്യേകിച്ചും പ്രായം ചെന്നവർ. അവസാനം ചോദിച്ച് വരുമ്പോഴാണ് ഇന്ന കാര്യങ്ങളിലേക്ക് വരുന്നത്. അങ്ങനെ നിരവധി തട്ടിപ്പുകൾ തടയിടാനും ഈ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഫലപ്രദമായ ഇടപെടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ശ്രീ പ്രേംശങ്കർ, ഈ സൈബർ സുരക്ഷാ വിദഗ്ധൻ എന്ന രീതിയിൽ ഈ മലയാളികൾ ഈ കൂടുതലായിട്ട് അങ്ങേ സമീപിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം തട്ടിപ്പുകളുടെ വ്യാപ്തിയിലേക്ക് ആഴത്തിലേക്ക് നമുക്ക് പോകാൻ നമ്മുടെ ഈ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുണ്ടോ? ശരിക്കും അത്തരം തട്ടിപ്പുകൾ നമുക്ക് തടയാൻ പല മാർഗങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിങ് സംവിധാനങ്ങളിൽ നമുക്ക് അത്തരം സിസ്റ്റംസിന് വാർണിംഗ് സിസ്റ്റംസുകൾ ഉണ്ടാക്കാം. പല ബാങ്കുകളിലും അത് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അതായത് നോർമൽ നമ്മുടെ ഒരു ട്രാൻസ്ഫർ ബിഹേവിയറിൽ നിന്നും വ്യത്യസ്തമായി പെട്ടെന്ന് ഒരു 10 ലക്ഷം വിഡ്രോ ചെയ്യുന്നു, അതൊരു സ്പെസിഫിക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, എഗെയിൻ ഒരു 10 ലക്ഷം വിഡ്രോ ചെയ്യുന്നു, വിത്തിൻ 10-15 മിനിറ്റിനുള്ളിൽ അടുത്തൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഒരു പാറ്റേൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ബാങ്കിങ് അൽഗോരിതമോ AI ഒക്കെ ഉപയോഗിച്ച് ഈ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇത്തരം ട്രാൻസാക്ഷനെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ പെട്ടെന്ന് നോർത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ബീഹാറിലെ ഒരു അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തു എന്ന് കാണുമ്പോൾ ആ അക്കൗണ്ട് ഒരു സീനിയർ സിറ്റിസൺ ആണ് എങ്കിൽ അപ്പോൾ തന്നെ AIക്ക് അവിടെ ഒരു വാർണിംഗ് കൊടുക്കാം. ബാങ്കിലെ ആരാണോ ബാങ്കിൽ ആ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആൾക്ക് ദിസ് മേ ബി എ ഫ്രോഡ് എന്നുള്ള വാർണിംഗ് സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പല ബാങ്കിങ് സോഫ്റ്റ്വെയറും അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പലതും എത്രത്തോളം ആയി എന്ന് എനിക്കറിയില്ല. SBI ഉൾപ്പെടെയുള്ള ആ സംവിധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ അത്തരം ബാങ്കിങ് സിസ്റ്റംസ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരു കൃത്യമായ സൊല്യൂഷൻ അവിടെ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അവയർനെസ് കൊടുത്താലും അത് എത്താത്ത പല ആൾക്കാരും ഉണ്ടാവും. ഡിജിറ്റൽ അറസ്റ്റ് ഇപ്പോൾ അത്യാവശ്യം നല്ല അവയർനെസ് പലരോടും നടക്കുന്നുണ്ട്. സ്റ്റിൽ പല ഉന്നത വ്യക്തികളും ഡിജിറ്റൽ അറസ്റ്റിലെ ഭാഗമായി പൈസ നഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്.